അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ മീൻസ് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. അതായത് ആദ്യം കാഷിങ്ങിലൂടെ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ മെയിൻ ബ്രാക്കറ്റ് ഇൻഡ്, ദെൻ പ്രിന്റ് എഫ്, സ്കാൻ എഫ്, എ ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കും. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കുന്ന, അപ്പൊ എക്സിക്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, FLOW, ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. അപ്പൊ ഇതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആയിരിക്കും. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ മീൻസ് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ലൈൻ ആ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം റൺ ചെയ്യും. അങ്ങനെ റൺ ചെയ്ത് നമ്മൾ ചെയ്യുന്ന എക്സിക്യൂഷൻ മെത്തേഡിനെയാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇപ്പോൾ സ്കാനഫ് ആണ് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയേക്കുന്നത്. ഈ പ്രിന്റ് എഫിന്റെ മുകളിൽ സ്കാനഫ് എഴുതിയേക്കുന്നെങ്കിൽ ആദ്യം സ്കാനഫ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം എ ബി എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ A = n മോഡുലസ് n ഡിവൈഡ് ബൈ 10 എന്നുള്ളത് താഴെയാണ്, ബിക്ക് താഴെ എഴുതിയേക്കുന്നെങ്കിൽ B = n മോഡുലസ് 10 എന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ താഴെ ചെയ്തുള്ളൂ. അതായത് ഓരോന്നും കറക്റ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ പോകുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ ഡൈവേർട്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദേ ആർ കോൾഡ് ബ്രാഞ്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, CONTROL കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ബ്രാഞ്ചിങ് ആൻഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഓർത്ത് വെക്കുക, കൺട്രോൾ സ്ട്രക്ചേഴ്സിന് ഒരുപോലെ തന്നെ പറയുന്ന പേരാണ് ബ്രാഞ്ചിങ് ആൻഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ബ്രാഞ്ചിങ് ആൻഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാൻ പോകണമെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് ഒരു നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ, മാച്ച് കഴിഞ്ഞൊരു കാര്യം ആദ്യം ഒന്നുകൂടി എഴുതുന്നതാണ്. എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. മറന്നുപോയവരൊക്കെ ഓർത്ത് വയ്ക്കുക, പ്രോഗ്രാം ചെയ്യാനുള്ളതാണ്. സ്കാൻ ഓഫ് നമുക്ക് എൻ്റർ ചെയ്യുന്ന നമ്പർ, ഇപ്പോൾ A എന്ന് പറയുന്ന നമ്പറാണ് എനിക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ സ്കാൻ ഓഫ് %D, %A എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്തു. ഇനി എനിക്ക് ഈ നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നറിയണം. നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ആ നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെയ്യാൻ പഠിച്ചു. ഇനി ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇഫ് ആ നമ്പർ എൻ്റർ ചെയ്ത നമ്പർ മോഡുലസ്, നമ്മൾ നമ്പറിന്റെ മോഡുലസ് 2 എടുത്ത് കഴിയുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ ഓഡ് ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ മോഡുലസ് 2 = 0. ഇഫ് A മോഡുലസ് 2, A എന്ന് പറയുന്ന ആ നമ്പർ മോഡുലസ് 2 = 0 ആണെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വരണം. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഓഫ് the number is ഓർത്ത് വയ്ക്കുക, അതൊക്കെ നമ്പർ ഈസ് ഈവൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൽസ് പ്രിന്റ് ഓഫ് the number is odd. എൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇത് 0 അല്ലെങ്കിൽ ആ നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതി. ഇപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും അതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നമ്പർ ഇവിടെ എഴുതി, അത് കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മളൊരു \n കൊടുത്തു. അടുത്തതിൽ ഇവിടെ നമ്മളൊരു \n കൊടുത്തു. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുവാണ്. കമ്പൈൽ ചെയ്തു, ദെൻ റൺ ചെയ്തു. എൻ്റർ ദ നമ്പർ, ഞാൻ ഇപ്പോൾ 5 എന്ന് പറഞ്ഞ നമ്പർ എൻ്റർ ചെയ്തു. ദ നമ്പർ ഈസ് ഓഡ്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും കമ്പൈൽ ചെയ്യുവാണ്. Ctrl F9, ഞാൻ 8 കൊടുത്തു. നമ്പർ ഈസ് ഈവൻ. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ കൺട്രോൾ സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്തോ ആ ചെയ്ത പ്രോഗ്രാമിനെ ഇഫ് എൽസ് എന്ന് പറയുന്ന 2 കണ്ടീഷൻസ് ഉപയോഗിച്ച് 2 കൺട്രോൾ സ്ട്രക്ചർ മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇഫ് എൽസ് എന്നുള്ളതിന്റെ അല്ല, പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും
എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം എടുത്തത് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നമ്പർ എടുത്തു. ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിൽ ഇവിടെ എയിലേക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുത്തു. ഈ വാല്യൂ കൊടുത്തതിന് ശേഷം ഈ നമ്പർ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. ഈ നമ്പർ ചെക്ക് ചെയ്ത് എനെ ഈ നമ്മൾ കൊടുത്ത നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആണെന്ന് നോക്കും. ആ റിമൈൻഡർ 0 ആണെങ്കിൽ റിമൈൻഡർ ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിന്റ് ഓഫ് ദ നമ്പർ ഈസ് ഈവൻ എന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നേരെ കൺട്രോൾ വരുന്നത് നേരെ താഴത്തേക്കായിരിക്കും. സി, നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ പ്രിന്റ് എഫ് ചെയ്തു, സ്കാൻ എഫ് ചെയ്തു, ഈഫ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രിന്റ് എഫ് ചെയ്യണം, അത് കഴിഞ്ഞ് എൽസ് ചെയ്യണം, അത് കഴിഞ്ഞ് പ്രിന്റ് എഫ് ചെയ്യണം, അത് കഴിഞ്ഞാണ് ഗെറ്റ് സ്റ്റേജിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ ഈഫ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ if a equal to modulus 2 equal to 0 ആണെങ്കിൽ the number is even. അതിന് തൊട്ട് താഴെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൺട്രോൾ പിന്നെ വന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്തില്ല, നേരെ താഴത്തേക്ക് വന്നു. ഇനി അറ്റ് ദ സെയിം ടൈം ഈ നമ്പർ നമ്മൾ കൊടുത്ത നമ്പർ ഈക്വൽ ടു 0 അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ എന്ത് ചെയ്യും, നേരെ ഇവിടെ വരും. ഇത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഒരെണ്ണം സ്കിപ്പ് ചെയ്തു. അപ്പോൾ നോർമലി നമ്മുടെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിങ്ങിന്റെ ഫ്ലോ എങ്ങനെയായിരുന്നു? 1 by 1 ആയിട്ടായിരുന്നു പ്രോഗ്രാം നേരത്തെയൊക്കെ റൺ ചെയ്തതെങ്കിൽ ആ 1 by 1 ആയിട്ട് ചെയ്ത പ്രോഗ്രാമിന്റെ ഫ്ലോയിനെ ഇവിടെ നമ്മൾ ഡൈവേർട്ട് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ 1 by 1 ആയിട്ട് ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്റ്, പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഈഫ്, പ്രിന്റ് എഫ്, എൽസ്, പ്രിന്റ് എഫ്, ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈഫ് ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കില്ല, ഇത്രയും 3 കാര്യങ്ങൾ എടുക്കില്ല, ഈ കാര്യങ്ങൾ ഈ 2 എണ്ണം എടുക്കില്ല. ഇനി 0 അല്ലെങ്കിൽ ഇത് എടുക്കില്ല, പകരം ഇതായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഈഫ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ, ഒരു സ്ട്രക്ചർ അവിടെ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ സീക്വൻഷ്യൽ അല്ല, ഇവിടെ ബ്രാഞ്ചിങ് ആണ്. എന്തായിരിക്കും ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ? അവിടെ ബ്രാഞ്ച് ചെയ്തു, ബ്രാഞ്ചിങ് ആണ് ഇവിടെ നടന്നത്. ബ്രാഞ്ചിങ് ആണ് ഇവിടെ നടന്നത്. എന്തായിരിക്കും ബ്രാഞ്ചിങ് നടക്കുക? ബ്രാഞ്ചിങ് മീൻസ് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ കണ്ടീഷനെ വെച്ചിട്ട് പ്രോഗ്രാമിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തു, അതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഒരു മെത്തേഡാണ് ഈഫ് എന്ന് പറയുന്നത്. ഈഫ്, എൽസ്, അതുപോലെ പല മെത്തേഡുകളുണ്ട്, ഇത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചതിന്റെ ഒറ്റ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം പ്രോഗ്രാമിങ്ങിന്റെ സീക്വൻഷ്യൽ അല്ലാത്ത ബ്രാഞ്ച് ചെയ്ത് വരുന്ന പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്ത്, മുകളിൽ നിന്ന് താഴേക്ക് പോകും, താഴെ നിന്ന് മുകളിലേക്ക് പോകും, അങ്ങനെ പലതും സ്കിപ്പ് ചെയ്ത്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം കഴിഞ്ഞിട്ട് നേരെ എക്സിക്യൂട്ട് ചെയ്ത് ഇതായിരുന്നു വന്നത്. ഒരു പ്രാവശ്യം ചിലപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ 1 by 1 ആയിട്ടുള്ള ഈ കൺവേർഷനെ, ഈ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഡൈവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ, ആ സ്റ്റേറ്റ്മെന്റുകളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളാണ് അടുത്ത് നമ്മൾ പഠിക്കുക. അപ്പോൾ പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആയില്ലെങ്കിൽ ചോദിക്കുക, കാരണം ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും ഈ സി പ്രോഗ്രാമിങ്ങോ C++ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഒരെണ്ണം പഠിച്ചിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ബാക്കിയുള്ളതെല്ലാം പഠിച്ചു പോണത്. അപ്പോൾ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് പ്രോഗ്രാമിന്റെ അപ്പോൾ സീക്വൻഷ്യൽ ഫ്ലോ എന്താണെന്നുള്ളതും പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഡൈവേർട്ട് ചെയ്യുന്നത്. സോ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ സി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ സ്ട്രക്ചർ മീൻസ് ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് ദ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. നമ്മൾ നേരത്തെ ആദ്യമേ പഠിച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ ഈഫ് ഒന്ന് ഉപയോഗിക്കാൻ ആദ്യം തന്നെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ അതിൽ 1 by 1 ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഈഫ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സിക്യൂഷൻ അവിടെ മാറി. ലൈൻ ബൈ ലൈൻ ആയിട്ട് മാറിയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തു, അടുത്തെടുത്തു,
വേറെ ഒന്നും എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും, അങ്ങനെ എടുക്കും. ദാറ്റ് ഈസ് ദ പ്രോഗ്രാം ഈസ് യൂഷ്വലി നോട്ട് ലിമിറ്റഡ് ടു സീനിയർ എക്സിക്യൂഷൻ. യൂഷ്വലി ചെയ്യുന്നത് ലീനിയർ എക്സിക്യൂഷൻ ആണ്, പക്ഷേ ലീനിയർ ആയിട്ട് വരുന്ന ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ തന്നെ വേണമെന്നില്ല. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത് നമ്മൾ സെമിക്കോളം വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ലോജിക് എടുത്തു കഴിഞ്ഞാൽ there are 3 different type of flow of control or different type of logic. That is, first one is sequential logic, that is also called sequential execution or sequential flow. Second one is called selection logic. It is also called the conditional flow of execution. Third one, iterative logic, repetitive logic or loop method. ഇങ്ങനെ 3 ടൈപ്പിലുള്ള ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ആണ് ഒരു പ്രോഗ്രാമിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ലോജിക്. സീക്വൻഷ്യൽ ലോജിക് മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 by 1 ആയിട്ട് ഓരോന്നും പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന മെത്തേഡിനെയാണ് സീക്വൻഷ്യൽ ലോജിക് എന്ന് പറയുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോഗ്രാമുകൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ സീക്വൻഷ്യൽ ലോജിക് വെച്ച് മാത്രം നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ലോജിക് അല്ലെങ്കിൽ കണ്ടീഷണൽ ലോജിക്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട എക്സാമിനേഷനിൽ നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിൽ ഈ കണ്ടീഷണൽ ലോജിക് ഉണ്ട്. കാരണം ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കണ്ടീഷണൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, ദാറ്റ് ഈസ് സെലക്ഷൻ ലോജിക്. ആൻഡ് തേർഡ് വൺ ഈസ് ഐട്രേറ്റീവ് ലോജിക്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രാവശ്യം ചെയ്യണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഐട്രേറ്റീവ് ലോജിക് എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐട്രേറ്റീവ് ലോജിക് ഓർ റിപ്പീറ്റീവ് ലോജിക്. ദെൻ ഇനി ഈ സീക്വൻഷ്യൽ ഫ്ലോ എന്താണ്? സീക്വൻഷ്യൽ ഫ്ലോ നമ്മൾ നേരത്തെ പഠിച്ചു. സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. മൊഡ്യൂൾ എ, മൊഡ്യൂൾ ബി, മൊഡ്യൂൾ സി, അല്ലെങ്കിൽ മൊഡ്യൂളിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നതെല്ലാം സീക്വൻഷ്യൽ ലോജിക് ആയിരിക്കും. That is, the sequential logic as follows as the name suggests, the flow of serial or sequential flow in which the flow depends on the series of instructions given in the computer. That is, നമ്മൾ പ്രോഗ്രാമിൽ ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണോ ആ സ്റ്റേറ്റ്മെന്റുകൾ അനുസരിച്ച് 1 by 1 ആയിട്ട് ഒരു എക്സിക്യൂഷൻ നടക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പറഞ്ഞത് സീക്വൻഷ്യൽ ലോജിക് എന്ന് പറയാം. സോ നെക്സ്റ്റ്, സെലക്ഷൻ ലോജിക് ഓർ കണ്ടീഷണൽ ലോജിക്. സെലക്ഷൻ ലോജിക് അല്ലെങ്കിൽ കണ്ടീഷണൽ ലോജിക്. ഈ സെലക്ഷൻ ലോജിക് ആൻഡ് കണ്ടീഷണൽ ലോജിക് ആണ് ഒരുപാട് ക്രൈറ്റീരിയസ് നമുക്കുണ്ട്. ദാറ്റ് ഈസ് ദ സെലക്ഷൻ ലോജിക് സിംപ്ലി ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് കണ്ടീഷൻസ് ഓർ പാരാമീറ്റേഴ്സ് വിച്ച് ഡിസൈഡ് വൺ ഓഫ് ദി സെവറൽ റിട്ടൺ മോഡ്യൂൾസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു കണ്ടീഷനാണ്. നമ്മൾ ചെയ്ത നമ്മുടെ നേരെ പ്രോഗ്രാമിലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന പ്രോഗ്രാമിലാണ് ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്തത്. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ യൂസ് ചെയ്തായിരുന്നു നമ്മുടെ എക്സാമ്പിളിൽ ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0, എ മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ പ്രോഗ്രാമിൽ. ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0, എ മോഡുലസ് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ എഴുതേണ്ടത് പ്രിന്റ് എഫ് ആയിരുന്നു. അവിടെ ഈവൻ നമ്പർ എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റ് ഈവൻ നമ്പർ ആണ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാനാണ് അവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ഈവൻ നമ്പർ എന്നാണ് ചെയ്തത്. ഇനി ആ കണ്ടീഷൻ നമ്മുടെ ഫാൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്തത് പ്രിന്റ് ഓഡ് നമ്പർ എന്നുള്ളത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ. അപ്പൊ നോക്കുക, നമ്മുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നോ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു ലോജിക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ സീക്വൻഷ്യൽ കണ്ടീഷണൽ സ്ട്രക്ചറുകളിൽ നമ്മൾ കൊടുക്കുന്ന ലോജിക്ക്, ഈ മെത്തേഡ്, ഈ ലോജിക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. കാരണം ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായി കഴിഞ്ഞാലും ഈഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഈഫ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയും, ഒരു കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്തൊക്കെ, അതാണല്ലോ ഈഫ് എന്ന് പറഞ്ഞാൽ. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനാണുള്ളത്. ഈഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഫാൾസ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0, എനെ 2 കൊണ്ട് മോഡുലസ് എടുത്തു കഴിയുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആണ്. ദാറ്റ് ഈസ് ഒരു കണ്ടീഷൻ, ഈവൻ നമ്പർ ആണ്. ഇനി അങ്ങനെ 0 അല്ല എങ്കിൽ അടുത്ത കണ്ടീഷൻ ആണ്, ദാറ്റ് ഈസ് അനദർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും അത്.
ഇതാണ് നമ്മുടെ കണ്ടീഷൻ ലോജിക്. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻ ലോജിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കണ്ടീഷൻ ഉണ്ട്. ഐറ്ററേഷൻ ഞാനിപ്പോൾ പറയണില്ല. ദാറ്റ് ഈസ് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കണ്ടീഷൻ ലോജിക്. ആ കണ്ടീഷൻ ലോജിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ആയാലും നമ്മൾ കണ്ട ആ ഒരു എക്സാമ്പിള് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഈഫ് സ്റ്റേറ്റ്മെന്റ് ഈഫിൽ തന്നെ ഡിഫറെന്റ് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ കോൾഡ് സിമ്പിൾ ഈഫ്. ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ പറയുന്ന പേരാണ് സിമ്പിൾ ഈഫ്. ദെൻ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഈഫ് എൽസ് ലാഡർ. അതായത് ഒരു ചെറിയൊരു കണ്ടീഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിംഗിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് സിമ്പിൾ ഈഫ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പേരാണ് സിമ്പിൾ ഈഫ്. സിമ്പിൾ ഈഫ്. അപ്പോ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ടൈപ്പിലുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റുകൾ. ഓർത്തിരിക്കുക, ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്പിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ. ഫസ്റ്റ് വൺ സിമ്പിൾ ഈഫ്, സെക്കൻഡ് വൺ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് തേർഡ് വൺ നെസ്റ്റഡ് ഈഫ്, ഫോർത്ത് വൺ ഈഫ് എൽസ് ഈഫ് ലാഡർ അല്ലെങ്കിൽ ഈഫ് എൽസ് ലാഡർ അങ്ങനെയും പറയും. ഈഫ് എൽസ് ഈഫ് ലാഡർ അല്ലെങ്കിൽ ഈഫ് എൽസ് ലാഡർ. തേർഡ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഈ സ്വിച്ചിൽ തന്നെ ഒരെണ്ണമുണ്ട് നെസ്റ്റഡ് സ്വിച്ചിങ്. നെസ്റ്റഡ് ഈഫ് പോലെ തന്നെ നെസ്റ്റഡ് സ്വിച്ചിങ് ഉണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് ജമ്പ് ചെയ്യോ ചെയ്യണത്. അവിടെ നോക്കിയാൽ ഡിസിഷൻ കോസസ് വൺ ജമ്പിങ്. ജമ്പ് എന്ന് പറയുന്ന വേറെ സ്റ്റേറ്റ് പ്രോഗ്രാം മെത്തേഡ് നമുക്കുണ്ട്. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യും, എന്തിനെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് ജമ്പ് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിച്ചു പോവാ കേട്ടോ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇനി ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യണത്? എല്ലാത്തിനും ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു സിൻടാക്സ് ഉണ്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ആദ്യത്തെ സിമ്പിൾ ഈഫിന്റെ സിൻടാക്സ്? വളരെ ഇമ്പോർട്ടന്റ് വൺ, സിമ്പിൾ ഈഫിന്റെ സിൻടാക്സ്. സിൻടാക്സ് ഓഫ് എ സിമ്പിൾ ഈഫ്. ഒരു ഈഫ് നമ്മൾ എഴുതി, ഈഫ് സിമ്പിൾ ഈഫിന്റെ സിൻടാക്സ് ഈഫ്, അതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ എന്താണോ നമ്മൾ കൊടുക്കുന്ന ആ കണ്ടീഷൻ. അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഒരു കേളി ബ്രാക്കറ്റ്സ് ഇട്ടു. ഇവിടെ ട്രൂ ബ്ലോക്ക് സെമിക്കോൺ ഇട്ടു, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ സ്റ്റേറ്റ്മെന്റ് എക്സ് മീൻസ് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്നാണോ ആ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് എക്സ്. പിന്നെ അതിന് താഴത്തേക്കുള്ള കുറെ പ്രോഗ്രാം ഉണ്ടാവും, അതിന് താഴത്തേക്ക് എന്തൊക്കെയാണോ ഉള്ളത് അങ്ങനെയുള്ള കുറെ പ്രോഗ്രാംസ്. ഇതാണ് നമ്മുടെ സിമ്പിൾ ഈഫ്. ഈ സിമ്പിൾ ഈഫ് എന്ന് പറയുന്നത് എൽസ് പാർട്ടില്ല, അതായത് ട്രൂ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, എൽസ് പാർട്ടില്ല. എൽസ് പാർട്ടിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഇനി നിങ്ങൾ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാബിൽ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് വെക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോൾ നോക്കിയാലും ഈഫ് സ്റ്റേറ്റ്മെന്റും ഇതിന്റെ ബ്രാക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ മാറിപ്പോകും. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്, ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എഴുതി അത് കഴിഞ്ഞതിന് ശേഷം സെമികോളൻ ഇല്ല. സെമികോളൻ ഇട്ട് കഴിഞ്ഞാലും എറർ ഒന്നും കാണിക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ സെമികോളൻ ഇടേണ്ട ആവശ്യമില്ല. സെമികോളൻ ഇട്ട് കഴിഞ്ഞാലും പ്രോഗ്രാമിങ്ങിൽ എറർ കാണിക്കില്ല, കമ്പൈൽ ചെയ്യുമ്പോൾ എറർ കാണിക്കില്ല. പകരം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടില്ല. ഇവിടെ എറർ കാണിക്കാത്തതിന് കാരണം ഈഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അത് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ്, വെറുതെ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പോകും, അതിന് താഴേക്കുള്ള ഒന്നും വരില്ല. അപ്പോ സാറേ, അപ്പം ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനൊന്നും ഇതേപോലെ സെമികോളൻ ഉണ്ട്? ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടീഷൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇത് ബാധകമുള്ളൂ? ഈ സ്റ്റേറ്റ്മെന്റ് ലൂപ്പ് ഇങ്ങനെയുള്ള ഒരു സെമികോളൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതൊരു ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്, അവിടെ കൊണ്ട് അത് തീർന്നു എന്നുള്ളതാണ്. ഒരു സെമികോളൻ നമ്മൾ എവിടെ ഇട്ടോ, സെമികോളൻ ഇട്ടാൽ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ട് തീർന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈഫ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ കൊണ്ട് തീർന്നില്ല, ഇതിന് താഴേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഒരു ബ്രാക്കറ്റ് കിടക്കുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത്രയാണ് ഒരു ഈഫിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മളൊരു സെമികോളൻ ഇട്ടാൽ ഇത് ഇവിടെ കൊണ്ടങ്ങ് തീരും, അടുത്ത ബ്ലാക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് പോകും. അപ്പോൾ സെമികോളൻ ഇട്ടില്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് കണ്ടീഷൻ ജനറേറ്റ് ചെയ്യും. കാരണം അവിടെ സെമികോളൻ ഒക്കർ ചെയ്തില്ല, അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ താഴത്തേക്ക് വരും. അപ്പോൾ അവിടെയും നമുക്ക് സെമികോളൻ ഇടാം. അതുപോലെ നമ്മൾ ഇനി പഠിക്കുന്ന എവിടെയും നമുക്ക് സെമികോളൻ ഇടാം. സെമികോളൻ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഇഷ്യൂ ഇതാണ്.
അത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് ഞാനിപ്പോൾ എക്സാമ്പിളിൽ കാണിച്ചു തരാം. ക്ലിയർ? ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ സി ലാംഗ്വേജിലോ ഏത് പ്രോഗ്രാം ലാംഗ്വേജിലായാലും സെമിക്കോളൻ എവിടെ ഇട്ടോ ആ സെമിക്കോളൻ ഇട്ടാൽ തൊട്ട് മുന്നത്തെ ആ ലൈൻ മുതൽ സെമിക്കോളൻ വരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ വന്നു കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. ദെൻ ഇഫ് ഈ കണ്ടീഷൻ നമ്മൾ കൊടുത്തു, ആ കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ട്രൂ ബ്ലോക്ക്. അപ്പോൾ സിമ്പിൾ ഇഫിന്റെ സിന്റാക്സ് ചോദിച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ, എൽസ് എന്ന് പറയുന്ന പാർട്ട് ഇല്ല. ട്രൂ ബ്ലോക്ക്. ട്രൂ ബ്ലോക്ക് മീൻസ് ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയോ ഈ കാര്യങ്ങളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ, ഇഫ് ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു, കണ്ടീഷൻ ഇഫ് നമ്മൾ നേരത്തെ തന്നെ കൊടുത്ത കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0. ഓർക്കുക, സിംഗിൾ ഈക്വൽ ടു മീൻസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, ഡബിൾ ഈക്വൽ ടു ആണ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഓർത്തിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ആ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി, ചുമ്മാ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇവിടെയും കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി, ഇവിടെ ഇങ്ങനെയും കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി, ഇവിടെയും സ്റ്റേറ്റ്മെന്റ് എഴുതി. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് സി എച്ച് അല്ലെങ്കിൽ പ്രിന്റ് ഓഫ് സംതിങ് പ്രിന്റ് ഓഫ് സംതിങ് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അടുത്ത ഒരു പ്രിന്റ് ഓഫ് കൂടെ എഴുതി, പ്രിന്റ് ഓഫ് സംതിങ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എഴുതിയേക്കുന്നതെങ്കിൽ ഈഫ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ എയുടെ വാല്യൂ ഇവിടെ ട്രൂ ആണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ഓഫ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് വരും. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ തെറ്റാണ്, ഈ കണ്ടീഷൻ ട്രൂ അല്ല, ഇത് ഫാൾസ് ആണെന്ന് വെക്കുക. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആണ്, ഇവിടെ കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഓർക്കുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന അത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല. എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ എന്ത് ചെയ്യും, നേരെ അതിന് തൊട്ട് താഴെ ബ്രാക്കറ്റിന് ശേഷം എന്താണ് പറഞ്ഞേക്കുന്നത് അവിടെ മുതൽ എക്സിക്യൂട്ട് ചെയ്യും. സോ എ ബ്രാഞ്ചിങ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ഒരു ജമ്പിങ് അവിടെ നടന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ പറഞ്ഞേക്കുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്നു. ഈ കണ്ടീഷൻ ഫാൾസ് ആണ് എങ്കിൽ നേരെ ഇവിടെ വന്നു. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സിൽ അതിന്റെ ബ്രാക്കറ്റ് കമ്പൽസറി ആണ്. കമ്പൽസറി മീൻസ് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. ബ്രാക്കറ്റ് ഇട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ അതിവിടെ ചെയ്തു, അതിന് താഴത്തേക്ക് വന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈഫിനുള്ളിൽ ബ്രാക്കറ്റ് ഇട്ടില്ല എന്നിരിക്കട്ടെ, അതായത് ഈ ബ്രാക്കറ്റ് ഞാൻ ഇട്ടാൻ വിട്ടുപോയി, ഇതും വിട്ടുപോയി എന്നിരിക്കട്ടെ. ഇത് രണ്ടും വിട്ടുപോയാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഞാനിവിടെ ഒന്നുകൂടി എഴുതുവാണ്. ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0. ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടില്ല. ബ്രാക്കറ്റ് ഇടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് പ്രിന്റ് ഓഫ് എഴുതി, പ്രിന്റ് ഓഫ് സംതിങ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ഓഫ് സംതിങ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ഓഫ് സംതിങ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി. ഞാൻ എഴുതി. ഇനി ഈഫിന്റെ അടുത്ത് ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഈ തൊട്ട് താഴെ കിടക്കുന്ന ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആണെന്നിരിക്കട്ടെ, ഈ കണ്ടീഷൻ നമ്മൾ കൊടുത്തു, ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ സ്കിപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ വരും, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ബ്രാക്കറ്റിലുണ്ടെന്ന് സ്പെസിഫൈ ചെയ്യാം. ബ്രാക്കറ്റ് ഇല്ലാതെ നമ്മൾ പ്രോഗ്രാം എഴുതിയാലും ഒരിക്കലും പ്രോഗ്രാം എറർ കാണിക്കില്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ ബ്രാക്കറ്റ് ഇല്ലാതെ പ്രോഗ്രാം എഴുതിയാലും എറർ കാണിക്കില്ല. പക്ഷേ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ, സ്റ്റേറ്റ്മെന്റ് മീൻസ് സെമി കോളൻ സ്പെസിഫൈ ചെയ്യുന്നതിന് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ബ്രാക്കറ്റ് കമ്പൽസറി ആണ്.
അവിടെ നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തേ പറ്റൂ. ക്ലിയർ? അതാണ് ഈഫിന്റെ കേസ്. ഈഫിന്റെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ബ്രാക്കറ്റ് മീൻസ് ഇറ്റ്സ് എ ബ്ലോക്ക്. ആ ബ്ലോക്കിനെ സെപ്പറേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഒരു സെന്റൻസ് മാത്രമേ ആ ബ്ലോക്കിന്റെ കൂടെ കൂടുള്ളൂ. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ല. ബ്രാക്കറ്റ് ഇടാത്തത് കൊണ്ട് ഈ ഈഫിന്റെ കൂടെ കിടക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിരുന്നു വിചാരിക്കുക. ഇവിടെ ഒരു ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തു, ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇത്രയും ബ്രാക്കറ്റ് ആണെങ്കിൽ ഈ ഈഫിന്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഈ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ സിന്റാക്സ് ഓഫ് ഈഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നത് ഈഫിന്റെ കൂടെ സിന്റാക്സ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഈഫ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. എപ്പോഴും ലാബിൽ എറർ കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ്. എറർ ഒട്ട് കാണിക്കില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടും കിട്ടില്ല. അത് ഔട്ട്പുട്ട് കിട്ടാത്തതിന് കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കും. സോ ഈഫിന്റെ ട്രൂത്ത് ടേബിൾ, ഇതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സ്. സ്റ്റേറ്റ്മെന്റ് എക്സ് മീൻസ് നമ്മൾ സാധാരണ ആ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് എക്സ് എന്ന് പറയുക. സോ ഇതാണ് നമ്മുടെ ഈഫിന്റെ. ഇനി ഈ ഈഫ് പറഞ്ഞോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഡൗട്ട്സ്, ഈഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. So move on to next, if else. അടുത്തത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ആയിരുന്നു ഇഫ് എൽസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇഫ് എൽസ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു. ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈഫിന്റെ ബ്ലോക്ക്, നമുക്കൊരു കാര്യം ശരിയാണെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പറയണം, തെറ്റാണെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പറയണം. ദാറ്റ് ഈസ് ഇഫ് എൽസ്. ശരിയാണെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയണം, തെറ്റാണെങ്കിൽ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. അതാണ് നമ്മുടെ ഈഫ് എൽസ്. ഇപ്പൊ ഈ കാര്യം ശരിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എൽസ് കീവേഡാണ്. ഈഫ് ഒരു കീവേഡാണ്, എൽസ് കീവേഡാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇനി അത് നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം പോസിബിൾ ആണ്. ഇഫ് ഞാൻ എഴുതാൻ പോവാണ് എ മോഡുലസ് 2 ഈക്വൽ ടു 0. എ മോഡുലസ് 2 ഈക്വൽ ടു 0. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എഴുതി print of even number something, even number എന്ന് എഴുതി, സോറി, print of even number ബ്രാക്കറ്റ് ഈവൻ നമ്പർ. അടുത്ത കഴിഞ്ഞ ശേഷം അടുത്ത വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ, അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അവിടെയും ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി ബ്രാക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതി ഇത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എൽസ്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് എഴുതി. ബ്രാക്കറ്റിൽ എൽസ് ആണെങ്കിൽ ഓഡ് നമ്പർ എന്നുള്ള പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഓഡ് നമ്പർ അതൊക്കെ നോക്കി ചെയ്ത് കേട്ടോ. ഓഡ് നമ്പർ ബ്രാക്കറ്റ് അടുത്ത് എഴുതി. ഓഡ് നമ്പർ സോറി, ഇവിടെ ഒരു ഓഡ് നമ്പർ എന്നുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി. അപ്പൊ നോക്കുക, ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ ഓഡ് നമ്പർ കഴിഞ്ഞ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എക്സും കൂടെ വേണം. സ്റ്റേറ്റ്മെന്റ് എക്സ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിനെയാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എക്സ്. അതിന് താഴത്തേക്കുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ സ്പെസിഫൈ ആയിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂവിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഫാൾസ് ആയിട്ടുള്ള ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ട്രൂ ആയിട്ടുള്ള ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് ബ്രാഞ്ചിങ് എന്ന് പറയാം. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതാണ് ട്രൂവിന്റെ കാര്യങ്ങൾ. ഈ ട്രൂവിന്റെ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഇങ്ങോട്ട് വരും. ഇത് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിന് കാരണം ഇത് തെറ്റാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ട്രൂ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് 1 by 1 ആയിട്ട് താഴത്തേക്ക് പോകും. ഇനി ഈ ഒരു കാര്യം ഇത് ഫാൾസ് ആണ്. ഇതൊരു കാര്യം ഫാൾസ് ആണ്. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് വാല്യൂ ഫാൾസ് ആണെന്നിരിക്കട്ടെ. ഫാൾസ് ആണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ട്രൂ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഫാൾസ് ആണ്. ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ഇവിടെ വരും.
ഇവിടെ വന്നിട്ട് ഇവിടെ മുതൽ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും. അത് കഴിഞ്ഞ ശേഷം ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരും. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ബ്രാക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ട്രൂ ബ്ലോക്ക് ആണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് താഴത്തേക്ക് വരും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും, താഴത്തേക്ക് വരും. അപ്പോൾ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാര്യമേ ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ ട്രൂ ആയിട്ടുള്ള കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ചെയ്യും. ട്രൂ ആയിട്ടുള്ള ചെയ്താൽ ഫാൾസ് ആയിട്ടുള്ള സ്കിപ്പ് ചെയ്യും, ഫാൾസ് ആയിട്ടുള്ള ചെയ്താൽ ട്രൂ ആയിട്ടുള്ള സ്കിപ്പ് ചെയ്യും. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഇവിടെ ഒന്നും ബ്രാക്കറ്റ് ഇല്ല, ഒരിടത്തും ബ്രാക്കറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഒരിടത്തും ബ്രാക്കറ്റ് ഇല്ല. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, ഈ ബ്രാക്കറ്റും കൊടുത്തിട്ടില്ല, ഈ ബ്രാക്കറ്റും കൊടുത്തിട്ടില്ല, ഈ ബ്രാക്കറ്റും കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ട്രൂ ആയതുകൊണ്ട് ഇവിടെ എൽസ് ഇവിടെ എറർ കാണിക്കും. ഒരു ഒന്നിലധികം പറഞ്ഞേക്കുന്നതുകൊണ്ട് എറർ കാണിക്കും. അല്ലെങ്കിൽ ഇത് ഒരെണ്ണം മാത്രമേ ട്രൂവിന്റെ കൂടെ കൂട്ടുള്ളൂ, എൽസിന്റെ കൂടെ ഒന്നും കൂട്ടുകയില്ല. ഈ എൽസ് എററായിട്ട് കാണിക്കുകയും ചെയ്യും. ഇതിൽ എൽസ് എററായിട്ട് കാണിക്കും. കാരണം എൽസ് എന്ന് പറയുന്നത് വെറുതെ നിൽക്കാൻ പറ്റില്ല, ഒരു ട്രൂ ബ്ലോക്കിന്റെ കൂടെ മാത്രം നിൽക്കാൻ പറ്റും. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എറർ കാണിക്കും. ക്ലിയർ? സോ ഈഫ് എൽസ് രണ്ടെണ്ണം. Any doubts? No, sir. No. So നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കാണുന്നത് എൻ്റെ പ്രോഗ്രാമിംഗ് സ്ക്രീൻ ആയിരിക്കും കാണുന്നത്, റൈറ്റ്? പ്രോഗ്രാമിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഈഫിൻ്റെ കാര്യം പറഞ്ഞു, എൽസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കുക. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത പ്രോഗ്രാം. ഇവിടെ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ബ്രാക്കറ്റുകൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്കിവിടെ ഡൗട്ട് വരും, ഞാൻ ബ്രാക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഈഫിൻ്റെ കൂടെയും കൊടുത്തിട്ടില്ല, എൽസിൻ്റെ കൂടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കുക, ഈഫ് എ മോഡുലസ് 2 = 0. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു സെന്റൻസ് മാത്രമേ അത് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇവിടെ എന്തേ ഉള്ളൂ? ഒരു സെന്റൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല, ഒരു സെന്റൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഞാൻ ഒരു സെന്റൻസും കൂടെ കൊടുക്കുവാണ്. പ്രിന്റ് ഓഫ് ഞാൻ പ്രിന്റ് ചെയ്യേണ്ടത് ഈവൻ നമ്പർ. ഒന്നും കൂടി ഈവൻ നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഈസ് ഈവൻ നമ്പർ വെച്ചതിന് ശേഷം ഈവൻ ചെക്കിംഗ് ഈവൻ ചെക്കിംഗ് ഈവൻ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനും കൂടി എനിക്ക് പ്രിന്റ് ചെയ്യണം. ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. ഇനി ആദ്യം ഞാനൊന്ന് ബ്രാക്കറ്റ് കൊടുത്ത് കാണിക്കുവാണ്. ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. അടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും ബ്രാക്കറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് കൊടുത്തതിന് കാരണം എനിക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് കാര്യങ്ങളെ പ്രിന്റ് ചെയ്യണം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു സെമിക്കോളൻ ഇട്ടാൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ്, മറ്റൊരു സെമിക്കോളൻ ഇട്ടാൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് അനദർ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് കമ്പൾസറി ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കമ്പൈൽ ചെയ്യുവാണ്. കമ്പൈൽ ചെയ്തു, Ctrl F9 റൺ ചെയ്യുവാണ്. ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ 4 കൊടുത്തു. ദ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്. ഒന്നുകൂടി ഒരു \n കൂടെ കൊടുക്കാം, ഒരു കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും. \n Ctrl Alt F9 Ctrl F9. ദെൻ ഞാൻ 4 നമ്പർ കൊടുത്തു. നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്. എൻ്റെ ആൻസർ പെർഫെക്റ്റ് ആയി. ഇനി ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ബ്രാക്കറ്റ് കൊടുത്തില്ല, ഈ ബ്രാക്കറ്റും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ എൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. എൽസ് ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് എന്ത് വരും എന്നുള്ളത് നോക്കിക്കോളൂ. Alt F9, 1 എറർ. മിസ്പ്ലേസ്ഡ് എൽസ്. അതായത് എൽസിന് മാത്രം അങ്ങനെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? ഈഫും എൽസും കൂടെ ഉപയോഗിച്ചപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ മിസ്പ്ലേസ്ഡ് എൽസിന് മാത്രമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ബ്ലോക്കിന്റെ കൂടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചെയ്തു, ഈ എൽസ് ഞാൻ അങ്ങോട്ട് മാറ്റി. രണ്ട് ഫോർവേഡ് സ്ലാഷ് റെപ്രസെന്റ് ആസ് എ കമന്റ്.
എൽസ് ഫോർവേഡ് സ്ലാഷ് ഇട്ടു. ഇനി എനിക്ക് ഇവിടെ എന്തായിരിക്കും ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത്? ആരെങ്കിലും ഒരാൾ പറയും. ഈ പ്രോഗ്രാം ഞാൻ എൽസ് അവിടെ കമന്റ് ചെയ്തു, എൽസ് അവിടെ ഇല്ലാന്ന് വിചാരിക്കും, അത് കമന്റ് ചെയ്തു, അപ്പൊ ഇനി എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ പ്രോഗ്രാം ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ആൻസർ കിട്ടും? ഞാൻ റൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം എക്ക് 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. എക്ക് 4 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ എനിക്ക് എന്തൊക്കെ ആൻസർ കിട്ടും? നമ്പർ ഈസ് ഈവൻ എന്ന് മാത്രമല്ലേ കിട്ടൂ? യെസ്, 1 ആൻസർ. മറ്റൊരാൾ പോട്ടെ, ആരാ പറഞ്ഞത്? ഗുഡ്. ആരാ പറഞ്ഞത്? ആസിഫ്. ആസിഫ്. ഓക്കെ ആസിഫ്. നമ്പർ ഈസ് ഈവൻ എന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഞാൻ കൊടുക്കുന്ന നമ്പർ എ എന്ന് പറയുന്നതിന് 4 എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. എ ഈസ് ആൻ ഈവൻ നമ്പർ, റൈറ്റ്? എനിക്ക് അതെ ആസിഫ്, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്പർ ഈസ് ഈവൻ എന്ന് മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ പോണത്. ഇനി അതർ ആൻസേഴ്സ് പോട്ടെ, എന്തെങ്കിലും ആൻസേഴ്സ് പോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓരോരുത്തരൊക്കെ പേര് വിളിക്കും. ഞാൻ ഈ കോളേജിൽ വന്നു കഴിഞ്ഞാലേ എനിക്കൊരു കുഴപ്പമുണ്ട്. ഈ ഇങ്ങനെ പേര് വിളിച്ച് ഇപ്പോൾ ഇത് ഓൺലൈൻ ആയതുകൊണ്ടാണ്. നമ്മൾ നേരിട്ട് കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. പേര് വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് 5, 10, 20 പ്രാവശ്യമൊക്കെ ആ കാര്യം നമ്മൾ അവിടെ ചെയ്ത് പഠിക്കും. അത് എംബോഷൻ ആയിട്ടൊന്നും അല്ല, അവിടെ ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്ക് എല്ലാം റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, റെസ്പോണ്ട് ചെയ്തിട്ട് തെറ്റിയാലും കുഴപ്പമില്ല. റെസ്പോണ്ട് ചെയ്തില്ല, വിളിച്ചു ചോദിച്ചു, എന്നിട്ടും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് 7, 8, 10, 15 പ്രാവശ്യമൊക്കെ അവിടെ വെച്ച് അപ്പം തന്നെ നമ്മൾ എഴുതി പഠിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ സി പ്രോഗ്രാമിംഗ് പഠിക്കുക. അപ്പോൾ ഈ ഓൺലൈനിൽ ഞാൻ ആ പരിധിയിലേക്ക് നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് എത്തിക്കരുത്. അപ്പോൾ ആരെങ്കിലും അപ്പോൾ റെസ്പോണ്ട് ചെയ്ത് തെറ്റിപ്പോയാൽ ഒരു പ്രശ്നമില്ല, റെസ്പോണ്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ദെൻ പോരട്ടെ? ഇല്ല, പറഞ്ഞു. ആരാണ്? അരുൺ. പറഞ്ഞു തരണേ, എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്? അത് എൽസ് എന്നുള്ളൊരു ഇതും ഒന്നും കൊടുക്കണില്ലല്ലോ. ഒന്നും കൊടുക്കണില്ല. ഗുഡ്. ഓക്കെ, ചിലപ്പോ 4 ഈക്വൽ ടു അത് ഇവനാന്നും അത് ഓടാന്നും രണ്ടും കാണിക്കൂലേ? ഓടാന്ന് രണ്ടും കാണിക്കും. ഓക്കെ, ദെൻ എനി അതർ ആൻസേഴ്സ്? പോരട്ടെ. ഗുഡ്. ഗേൾസിന് ഇപ്പൊ എല്ലാവരും പിടിച്ച് ഞാനിപ്പോ ഒക്കെ എഴുതിക്കോട്ടോ. പറഞ്ഞോ, പോരട്ടെ? ശ്രേയ, പോരട്ടെ? എന്തായിരിക്കും അതിന്റെ മറുപടി? എന്തായിരിക്കും ആൻസർ? ഇവനാണെന്ന് മാത്രം കാണിക്കുള്ളൂ. ഇവനാണെന്ന് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ അഹ്ന, പോരട്ടെ? എന്താണ് ആൻസർ? രണ്ടും കാണിക്കും. നമുക്ക് നോക്കാം എന്ത് കാണിക്കും എന്നുള്ളത്. ദെൻ അപ്പൊ നമ്മളിത് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തപ്പോൾ എററൊന്നുമില്ല. റൺ ചെയ്യുവാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടുത്തത് 4 എന്ന് ഞാൻ കൊടുത്തു. സീ ദ ആൻസർ. ദ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്, നമ്പർ ഈസ് ഓഡ്. ദ നമ്പർ ഈസ് ഔട്ട്പുട്ട് വീണ്ടും ശ്രദ്ധിക്കുക. 4 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കൊടുത്തു. ദ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്, നമ്പർ ഈസ് ഓഡ്. എന്തായിരിക്കും നമുക്ക് ഇവിടെ സംഭവിച്ചത് നോക്കാം. ഇഫ് എ മോഡുലസ് 2 ഈക്വൽ ടു 0, എ മോഡുലസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എൽസ് പാർട്ട് ഇല്ല, ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് എൽസിലാണ്. എൽസ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതും മാത്രമല്ല, ഈഫിന് താഴെ ബ്രാക്കറ്റുകളൊന്നുമില്ല. ഈ നമ്പർ ഈവൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇത് ട്രൂ ആണ്. ട്രൂ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് നേരെ എക്സിക്യൂട്ട് ചെയ്യും. ഇത് നേരെ റൺ ചെയ്തു വന്നു. അത് കഴിഞ്ഞ ശേഷം അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ്. അടുത്ത കൊടുത്തേക്കുന്നത് എന്താണ്? പ്രിന്റ് എഫ് ആണ്, അതും ചെയ്തു. അടുത്ത കൊടുത്തേക്കുന്നത് എന്താണ്? നമ്പർ ഈസ് ഓഡ്, അതും ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തു നോക്കാം. ഇപ്പോഴും ഞാൻ എൽസ് കൊടുക്കണില്ല. ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി. ഇപ്പൊ 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തപ്പോൾ അങ്ങനെ 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്ന 5 ആണ് കൊടുക്കുന്നത്. 5 എന്ന് പറയണ അതേ പ്രോഗ്രാം തന്നെ 4 കൊടുത്തപ്പോൾ ഇത് ഈവൻ ആണെന്ന് പറഞ്ഞു. ഇത് പ്രിന്റ് ചെയ്ത് ട്രൂ ആയതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്തു, ഇത് പ്രിന്റ് ചെയ്തു, താഴത്തേക്ക് പോയി. ഇനി ഞാൻ കൊടുക്കുന്നത് 5 ആണ് കൊടുക്കുന്നത്. എന്തായിരിക്കും എന്റെ ആൻസർ? ഞാൻ എക്ക് കൊടുക്കുന്ന വാല്യൂ 5 ആണ്. ആസിഫ് എന്ന് പറയാമോ എന്തായിരിക്കും ആൻസർ? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്പർ ഈസ് ഓഡ് എന്ന് മാത്രമല്ലേ വരൂ. നമ്പർ ഈസ് ഓഡ് എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷേ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഈഫിന്റെ ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യണത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ.
ബാക്കി അത് കഴിഞ്ഞ് ഇത് മാത്രം സ്കിപ്പ് ചെയ്യും. ഇതും ഒക്കെ വരും. കമ്പനി റൺ ചെയ്ത് നോക്കാം. ഞാൻ കൊടുക്കുന്ന നമ്പർ 5 ആണ് കൊടുക്കുന്നത്. ഈവൻ ചെക്കിംഗ് ദ നമ്പർ ഈസ് ഓഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇനി വാസിഫ് പറഞ്ഞ പോലെ വരും. ഇവിടെ എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് കൊടുത്തിട്ട് കമ്പൈൽ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം റൺ ചെയ്തു. റൺ ചെയ്ത് 5 കൊടുത്തു. നമ്പർ ഈസ് ഓഡ്. ക്ലിയർ? ഇനി ഇപ്പൊ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് കൊടുത്ത കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ 4 കൊടുക്കാതിരിക്കട്ടെ. ബ്രാക്കറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് കൊടുത്താൽ ഇനി ഞാൻ 4 കൊടുക്കുക. എക്ക് 4 കൊടുത്തു. എന്തൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടും? ആസിഫ് ഒന്നുകൂടെ പറയാമോ? എന്തൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടും? ബ്രാക്കറ്റ് കൊടുത്തോണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. ഞാൻ എക്ക് കൊടുക്കുന്ന വാല്യൂ 4 ആണ്. എന്തൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടും? നമ്പർ ഈസ് ഈവൻ എന്നും പിന്നെ ഈവൻ ചെക്കിംഗ് എന്നും കാണിക്കും. നമ്പർ ഈസ് ഓഡ് എന്നുള്ളത് കാണിക്കില്ല. കാരണം ട്രൂ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ചെയ്ത് താഴോട്ടല്ലേ പോന്നെ. പക്ഷെ സ്കിപ്പ് ചെയ്ത് താഴത്തേക്ക് പോകാനുള്ള ഞാൻ എൽസ് കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഇതെല്ലാം കാണിക്കും. റൺ ചെയ്തു. 4 എന്ന് പറഞ്ഞു. സി നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ് നമ്പർ ഈസ് ഓഡ്. ഇനി ഇങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എൽസ് കൊടുക്കുന്നത്. എൽസ് കൊടുത്താൽ അതിൻ്റെ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ അത് മാത്രമേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ റൺ ചെയ്തു. 4 കൊടുത്തു. സി നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. സോറി, ഇവിടെ അല്ല, ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. പ്രിന്റ് ഓഫ് ഓഡ് ചെക്കിംഗ്. എന്തായിരിക്കും എൻ്റെ ആൻസർ? ഞാൻ കൊടുക്കുന്ന നമ്പർ 5 ആണ് കൊടുക്കുന്നത്. എനിക്ക് എന്തൊക്കെയായിരിക്കും ആൻസർ കിട്ടുന്നത്? സോറി, 5 അല്ല, ഞാൻ 4 ആണ് കൊടുക്കുന്നത്. എ ഈക്വൽ ടു 4 കൊടുത്തു. എന്തൊക്കെയായിരിക്കും എനിക്ക് ആൻസർ കിട്ടുന്നത്? എ ഈക്വൽ ടു 4 ആണ് ഞാൻ കൊടുക്കുന്നത്. എന്തൊക്കെ ആൻസർ കിട്ടും? അലക്സേ, എന്തൊക്കെയായിരിക്കും ആൻസർ കിട്ടുക? ഞാൻ കൊടുക്കുന്ന നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്. യെസ്, അത്രേ കിട്ടുള്ളൂ. യെസ്. ദെൻ വേറെ ആരെങ്കിലും? എൽസിന്റെ അവിടെ ബ്രാക്കറ്റ് ഇല്ലല്ലോ. എൽസിന്റെ അവിടെ ബ്രാക്കറ്റ് ഇല്ല. നമ്പർ ഈസ് ഓടും കൂടി പ്രിന്റ് ചെയ്യൂലേ? എൽസിന്റെ അവിടെ ബ്രാക്കറ്റ് ഇല്ല. നമ്പർ ഈസ് ഓടും കൂടെ പ്രിന്റ് ചെയ്യോ എന്നുള്ളതാണ്. ചെയ്യും. പ്രിന്റ് ചെയ്യില്ല. കാരണം ഈഫ് എൽസിന്റെ കാര്യങ്ങൾ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഈഫ് എൽസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈഫിന്റെ കാര്യം തൊട്ട് താഴെ കിടക്കുന്നത് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ എൽസിന്റെ തൊട്ട് താഴെയുള്ള പ്രിന്റ് ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യില്ല. നമ്പർ ഈസ് 4 നമ്മൾ കൊടുത്താൽ ഈ ഒരു പാർട്ടിലേ കറക്റ്റ് ആയിട്ടുള്ളൂ. നമ്പർ ഈസ് 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട്, ഈ ഈഫിന്റെ ഒരു പാർട്ടേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈഫിന്റെ ആ ഒരു പാർട്ടേ കറക്റ്റ് ആയിട്ടുള്ളെങ്കിൽ എൽസിന്റെ പാർട്ട് പ്രിന്റ് ചെയ്യില്ല. അപ്പൊ എൽസിന് ബ്രാക്കറ്റ് കൊടുത്താലും അത് പ്രിന്റ് ചെയ്യത്തില്ലല്ലോ. എൽസിന് ബ്രാക്കറ്റ്, സി ഡിഫറൻസ് നോക്ക്. എൽസിൽ ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് ദ നമ്പർ ഈസ് ഓഡ് എന്നാണ് കിടക്കുന്നത്. ഓഡ് ചെക്കിംഗ് എന്ന് പറഞ്ഞും കിടക്കുന്നുണ്ട്. പക്ഷെ എൽസിന്റെ കൂടെ നമ്പർ ഈസ് ഓഡ് എന്നുള്ളതും ഓഡ് ചെക്കിംഗ് എന്നുള്ളതും രണ്ടും കൂടെ എൽസിന്റെ കൂടെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം. എവിടെ ബ്രാക്കറ്റ് കൊടുക്കണം? ഇവിടെ നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. ഇപ്പോൾ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ് ഒറ്റ ബ്രാക്കറ്റിനുള്ളിൽ, നമ്പർ ഈസ് ഓഡ് ചെക്കിംഗ് ഒറ്റ ബ്രാക്കറ്റിനുള്ളിൽ. ഇനി ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തില്ല എന്നിരിക്കട്ടെ. ബ്രാക്കറ്റ് കൊടുത്തില്ല എന്നിരുന്നു കഴിഞ്ഞാൽ ഈ എൽസിന്റെ കൂടെ കൺസിഡർ ചെയ്യുന്നത് നമ്പർ ഈസ് ഓഡ് എന്നുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ സാർ ഓഡ് ചെക്കിംഗ് കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടില്ലേ? ഓഡ് ചെക്കിംഗ് കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതായത് നമ്പർ ഈവൻ ആയാലും ഓഡ് ആയി കഴിഞ്ഞാലും ഓഡ് ചെക്കിംഗ് എന്നുള്ളത് കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും. Alt F9 കമ്പയർ ചെയ്ത് നോക്കുകയാണ്. കൺട്രോൾ F9 നമ്പർ 4 കൊടുത്തു. സി നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ് ഓഡ് ചെക്കിംഗ്. ഓഡ് ചെക്കിംഗ് എനിക്ക് വേണ്ട. ഓഡ് ചെക്കിംഗ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓഡ് ചെക്കിംഗ് കൂടെ ഈ എൽസിന്റെ കൂടെ വന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് യൂസ്. ഈ ബ്രാക്കറ്റ് ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. കാരണം ഈ ബ്രാക്കറ്റ് ആണ് പല പ്രാവശ്യവും നമ്മുടെ എക്സാമിനേഷനും ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല, എക്സ്പെക്ട് ചെയ്ത ആൻസർ കിട്ടില്ല. എന്നിട്ട് വെറുതെ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാം ചെക്ക് ചെയ്യും. അതിന്റെ കൂടെ ഉള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ചെക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കും.
എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുത്തോ അതൊരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും, അത് ഒരുമിച്ച് ചെക്ക് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ അതിന്റെ കൂടെ കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ? ഇപ്പൊ നോക്കാം, Alt F9 then Control F9, 4 കൊടുത്തു, നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്, Control F9, 5 കൊടുത്തു, നമ്പർ ഈസ് ഓഡ് ചെക്കിംഗ്, കറക്റ്റ് ആയി. ഇതാണ് നമ്മുടെ ഈഫിന്റെ എൽസിന്റെ. ഇത് ഒത്തിരി മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പറയുന്നു. ഏത് പ്രോഗ്രാമിംഗ് ആയി കഴിഞ്ഞാലും ഈ ലോജിക്ക് സി പഠിച്ചോ, CPP പഠിച്ചോ, ജാവ പഠിച്ചോ, പൈത്തണോ, എങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് പഠിച്ചാലും ഇത് ബേസിക് ആണ്. ഇത് മാത്രമേ ഉള്ളൂ. C++ പഠിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ പ്രിന്റ് എഫിന് പകരം അവിടെ C ഔട്ട് ഉപയോഗിക്കുന്നു. ദാറ്റ് ഒൺലി ഡിഫറൻസ്. ദെൻ അത് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രിന്റ് എന്ന് യൂസ് ചെയ്യുന്നു. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇതെല്ലാം സെയിം ആണ്. പക്ഷേ ഇത് ഒരെണ്ണം പഠിച്ചേ പറ്റൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. എല്ലായിടത്തും ഒരേ മെത്തേഡ് തന്നെ. നിങ്ങൾക്ക് ഇനി പാരലായിട്ട് ഏത് വേണമെങ്കിലും എടുത്ത് പഠിച്ചു തുടങ്ങാം. ഏതെടുത്ത് വേണമെങ്കിലും ഡിഫറൻസ് ചെക്ക് ചെയ്തോ. വെറുതെ വീട്ടിലിരിക്കും, നെറ്റ് കൊണ്ട് വീട്ടിലിരിക്കുമല്ലോ, ഏത് വേണമെങ്കിലും പഠിച്ചു നോക്കിയോ. എല്ലാം മെത്തേഡ് സെയിം ആണ്. ക്ലിയർ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇല്ലെങ്കിൽ ഇത് അടുത്ത ദിവസം നമുക്ക് ലാബിലേക്ക് ചെയ്യാനുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഹലോ. യെസ് സാറേ, ഇപ്പൊ നമ്മില് ഈ പ്രിന്റ് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ 5 എന്നാന്ന് വെച്ചോ, ഓഡ് നമ്പർ ആണ് കൊടുത്തേക്കണെന്ന് വെച്ചോ. അപ്പൊ നേരത്തെ ഇഫിന് നമ്മ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് നമ്മ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ എൽസിന് നമ്മ ബ്രാക്കറ്റ് കൊടുത്തില്ലെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രല്ലേ അപ്പൊ ഔട്ട്പുട്ട് കിട്ടുന്നത് പ്രിന്റ് ഓഡ് നമ്പറിന് മാത്രമല്ലേ കിട്ടുള്ളൂ? ഓഡ് നമ്പർ കഴിഞ്ഞിട്ട് പ്രോഗ്രാം അവിടെ കൊണ്ട് എന്റെ ആവില്ലല്ലോ. പ്രോഗ്രാം എന്റെ ആവണേ എങ്ങനെയാ? താഴെ വരെ വരണ്ടേ? ഇവിടെ വരുമ്പോഴല്ലേ പ്രോഗ്രാം എന്റെ ആവുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? തൊട്ടവിടെ കിടന്നും പ്രിന്റ് ചെയ്യും. സീക്വൻഷ്യൽ ഫ്ലോ അല്ലേ, 1 by 1 ആയിട്ട് വരൂലേ. നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ഇത് മാത്രം ഉള്ളെങ്കിൽ ഇവിടെ കൊണ്ട് പ്രോഗ്രാം നിൽക്കണമെന്നില്ല. പ്രോഗ്രാം എവിടെ റൺ ചെയ്യും? പ്രോഗ്രാം റൺ ചെയ്ത് താഴെ വരെ വരും, ഇവിടെ വരെ വരും. എവിടെയാണോ ഉള്ളത് താഴത്തെ ഈ ബ്രാക്കറ്റില്ലേ, താഴത്തെ ഈ ബ്രാക്കറ്റ് ഉണ്ട്, ഈ ബ്രാക്കറ്റ് വരെ നമ്മുടെ പ്രോഗ്രാം, ഈ ബ്രാക്കറ്റ് ഇവിടെ വരെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ കഴിഞ്ഞിട്ട് അതിന് താഴെ കിടക്കുന്ന ബ്രാക്കറ്റ് വരെ പ്രോഗ്രാം വരും. പ്രോഗ്രാം ആദ്യം മുതൽ വരും. അപ്പൊ അതിന് താഴെ കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളും അതുവരെ എക്സിക്യൂട്ട് ചെയ്യും. അത്രയും കാര്യങ്ങൾ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പ്രോഗ്രാം. Control F9. Okay. Clear? So സാറേ ബ്രാക്കറ്റ് എല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് തരാം സാർ. ബ്രാക്കറ്റ് വെയിറ്റ് ഇവിടെ ബ്രാക്കറ്റുകൾ മാറ്റണം. ഇതിപ്പോ ഈ ബ്രാക്കറ്റ് മാത്രം മാറ്റി, ഈ ബ്രാക്കറ്റ് മാത്രം മാറ്റി എറർ വരും. എൽസിന്റെ ബ്രാക്കറ്റ് മാത്രം മാറ്റാം. എൽസ് ഡബിൾ ബ്ലാക്ക് സ്ലാഷ് മാറ്റിയിട്ട് എൽസ് മാറ്റി കഴിഞ്ഞത് ഈ ബ്രാക്കറ്റ് മുകളിലത്തെ ബ്രാക്കറ്റ് മാറ്റി എറർ വരും. കാരണം എൽസ് മാത്രം നിൽക്കാൻ പറ്റില്ല. ഈ ഇഫിന്റെയും കൂടെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് സാർ ആദ്യമേ കാണിച്ചില്ലേ എൽസ് അവിടെ കമാൻഡ് ഇട്ടാ എൽസ് കമന്റ് ഇട്ടു. ഈഫിന്റെ ബ്രാക്കറ്റുകൾ മാറ്റണം. ഈഫിന്റെ ബ്രാക്കറ്റുകൾ മാറ്റിയാൽ ഇവിടെ എന്തൊക്കെ വരും എന്നുള്ളത്. ഈഫിന്റെ ബ്രാക്കറ്റ് മാറ്റി. ഈഫിന്റെ ബ്രാക്കറ്റ് മാറ്റിയാൽ ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന നമ്പർ 4 ആണെന്നിരിക്കട്ടെ. 4 ആണെങ്കിൽ ദ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്, ദ നമ്പർ ഈസ് ഓഡ് ചെക്കിംഗ്, ഇത്രയും വരും. ഞാൻ കൊടുക്കാൻ പോകുന്ന നമ്പർ 5 ആണെന്നിരിക്കട്ടെ. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ സ്കിപ്പ് ചെയ്യുള്ളൂ, ഇത് നമ്പർ ഈസ് ഈവൻ എന്നുള്ളത്. Alt F9 Control F9, ഞാൻ കൊടുക്കാൻ പോകുന്ന നമ്പർ 4 ആണ്. ദ നമ്പർ ഈസ് ഈവൻ ചെക്കിംഗ്, നമ്പർ ഈസ് ഓഡ് ചെക്കിംഗ്. കാരണം ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ ഇതെടുത്തു, ഇത് ട്രൂ ആകുമ്പോൾ ഇതെടുത്തു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് 1 by 1 ആയിട്ട് താഴത്തേക്കുള്ള എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവണമെങ്കിൽ ഏറെ വാല്യൂ എന്തായിരിക്കണം? 5 കൊടുക്കണം. Control F9 5 കൊടുത്തു. ആ കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ഇത് ഒരെണ്ണം മാത്രമേ എടുക്കാതിരിക്കും, ബാക്കിയുള്ളതെല്ലാം എടുക്കും. കാരണം പ്രോഗ്രാം എല്ലാം താഴത്തേക്ക് കിടക്കുമല്ലേ, ഇവിടെ വരെ വരണ്ടേ. ലാസ്റ്റ് ബ്രാക്കറ്റ് വരെ വന്നല്ലോ. അപ്പൊ അതിന് താഴത്തേക്കുള്ളതെല്ലാം പ്രിന്റ് ചെയ്യും. ഇത് പ്രിന്റ് ചെയ്തു, ഇത് പ്രിന്റ് ചെയ്തു, എല്ലാം പ്രിന്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ഓക്കേ സർ. ട്രൈ ചെയ്ത് നോക്കുക, പല മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് പഠിക്കുക. വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കുകയാണ്. ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, പ്രോഗ്രാമിംഗ് ഒരിക്കലും കണ്ടോ കേട്ടോ മനസ്സിലാവില്ല. ചെയ്ത് മാത്രമേ മനസ്സിലാവൂ. ചെയ്തും എഴുതിയും മാത്രമേ മനസ്സിലാവൂ.
എക്സാമിനേഷൻ നമുക്ക് എഴുതുകയും വേണം. പ്രോഗ്രാം ചെയ്ത് ലാബിൽ സിസ്റ്റത്തിൽ ചെയ്ത് മാത്രമേ പ്രോഗ്രാമിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല.